ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വിതക്കാരൻ്റെ ഉപമയിൽ ശ്രദ്ധേയമായ ഘടകങ്ങൾ 4 വിതക്കാരൻ, വിത്ത്, മണ്ണ്, വിളവ്. ചുറ്റുപാടുകൾ ശിഷ്യന്മാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചതുകൊണ്ടാകാം യേശു ഈ ഉപമ പറഞ്ഞത്. കർഷകൻ വിതച്ച വിത്തിൽ 3 ഫലം പുറപ്പെടുവിച്ചില്ല. പ്രതികൂല സാഹചര്യങ്ങൾ അയാളെ തളർത്തിയിരിക്കാം. അല്ലെങ്കിൽ ഏതു കർഷകനാണ് താൻ വിതയ്ക്കുന്ന വിത്ത് മുഴുവൻ കിളിർക്കില്ലെന്നും ഫലം നൽകില്ലെന്നും അറിഞ്ഞുകൂടാത്തത്? മണ്ണ് മോശമാകാം, വെട്ടുക്കിളികൾ പറന്നിറങ്ങാം, ആകാശം മഴ തന്നില്ലെന്ന് വരാം എന്ന് വെച്ച് അയാൾ വിത ഉപേക്ഷിക്കുമോ? നഷ്ടസാധ്യതകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് തന്നെ പോകും. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. എല്ലാ സാഹചര്യവും ഒത്തുവരാൻ കാത്തിരുന്നാൽ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതീക്ഷയോടെ അയാൾ അധ്വാനിക്കുന്നു. 4 ഒന്നെങ്കിലും ഫലം നൽകാതിരിക്കില്ലല്ലോ. സർവ്വസാധാരണമായ ഈ ജീവിതാനുഭവം മുൻനിർത്തി യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ധൈര്യമായിരിക്കുക. സമൃദ്ധമായൊരു വിളവ് നമ്മെ കാത്തിരിക്കുന്നു. 4 നശിച്ചുപോയി എന്നുള്ളത് ശരി തന്നെ. എന്നാൽ 1 ഫലം നൽകി. കുറച്ചൊന്നുമല്ല, 30, 60, 100 മേനി. മനുഷ്യൻ ഉണ്ടാക്കിവിടുന്ന എല്ലാ പ്രതിബന്ധങ്ങൾക്കുമെതിരെയുള്ള ദൈവീക ദൗത്യത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമാണ് യേശു അവതരിപ്പിക്കുന്ന വിതക്കാരൻ. എല്ലാ പ്രതിബന്ധങ്ങളെയും നിസ്സാരമാക്കുന്ന സമൃദ്ധമായ വിളവ്. ദൈവീക ദൗത്യം പരാജയപ്പെടുത്താൻ മാനുഷിക ശക്തികൾക്കാവില്ലെന്ന പ്രഖ്യാപനം. സാഹചര്യം അനുകൂലമാണെങ്കിൽ വിത്ത് വിതയ്ക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടവും കർഷകന് ആവേശവും സന്തോഷവും നൽകുന്നു. വിളവെടുപ്പിലാണ് സന്തോഷത്തിൻ്റെ നിറവ്. ചെടി നന്നായി വളർന്നാലും മട വീണോ ചാടി പിടിച്ചോ പോയാൽ അതുവരെയുള്ള സന്തോഷം ദുഃഖവും നിരാശയുമായി മാറും. അതുകൊണ്ടാണ് സമൃദ്ധമായ വിളവെടുപ്പിനെക്കുറിച്ച് യേശു സംസാരിക്കുന്നത്. യേശു പറയുന്നു, നിന്റെ വിജയം വിളവെടുക്കുന്ന സമയത്താണ്. നിന്റെ വിളവെടുപ്പ് ഉറപ്പു തന്നെ. ഈ ഉപമ നമുക്കും ബാധകമാണ്. വിജയപ്രതീക്ഷയുടെയും പ്രോത്സാഹനത്തിൻ്റെയും സന്ദേശമാണിത്. പ്രത്യാശയുടെയും കർമ്മചൈതന്യത്തിൻ്റെയും കാഹളധ്വനി. കർശനമായ ജീവിത പരിശോധനയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലും. നല്ല വിളവിനായി ക്ഷമയോടെ കാത്തിരിക്കുക. ഗലാത്യർ 6:8. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യുന്നു. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.